രൂപ. എൻ്റെ അമ്മ. അപ്പം മട്ടൻ ബിരിയാണിക്ക് എത്ര? ഇവിടുന്ന് നല്ലൊരു വ്യൂ ആട്ടോ. എന്താ ഭംഗി കാണാൻ, ഭയങ്കര ഫ്രെയിം. $120 നമ്മളിത് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, ക്രൗഡ് കൂടി. അപ്പോൾ ഇത് പക്ഷെ ഇവിടെ നിന്ന് ഭയങ്കര ഫോഗുള്ള പോലെ ക്യാമറ കാണുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല. സമയം എത്രയാണ് അംസു? 12:30. ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. നമ്മൾ നേരെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഒരു ഉറക്കം ഉറങ്ങി. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ മുകളാട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും രക്ഷയില്ല, ഊട്ടി ഫുള്ള് കാണാം. നമ്മൾ റൂം എടുക്കുമ്പോൾ എങ്ങനെയാവുന്ന വ്യൂ ഉണ്ടാകുന്ന പ്രതീക്ഷയിലാട്ടോ. നമുക്ക് ഫുള്ള് ആ ടൗണും ഊട്ടി മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര ആംബിയൻസ് ഇവിടുന്ന്. വെയിലുണ്ട്, പക്ഷെ നമുക്ക് ആ ചൂടൊന്നും അത്ര ഫീൽ ചെയ്യണില്ല. വേറെ ലെവൽ, ഒന്നും പറയാനില്ല. ഇന്നലെ ഒടുക്കത്തെ തണുപ്പായിരുന്നു. അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് വന്ന് വരച്ചിട്ട് അധികം സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി റൂമിൽ തപ്പി പിടിച്ചു. കാരണം ഇനി 70 ദിവസം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര എൻഗേജ് ആയിരുന്നു സ്റ്റേസൊക്കെ. നമ്മളങ്ങനെയൊക്കെ റൂം കിട്ടി. 1300 രൂപയ്ക്ക് റൂം കിട്ടി. എന്തായാലും നല്ലൊരു ഉറക്കം. അപ്പോൾ നമ്മൾ പ്ലാൻ എന്താ വെച്ചാൽ നേരെ ഇവിടെ ഹൈദരാബാദ് ബിരിയാണി കിട്ടും. ഭയങ്കര റിവ്യൂ ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പോയോട്ടെ. അപ്പോൾ അത് പോയിട്ട് നേരെ പിന്നെ കോടനാട് വ്യൂ പോയിൻ്റ്, അതാണ് പ്ലാൻ. റൈഡിങ് ജാക്കറ്റൊക്കെ ഞാൻ വെയിലത്ത് വെച്ചിരിക്കുക, ചൂടായിക്കോട്ടെ ഹെൽമെറ്റൊക്കെ ഒന്ന്, നല്ല തണുപ്പ്. അപ്പം എന്തായാലും നമുക്ക് നേരെ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ പോകാം. അപ്പോൾ രാവിലെ ഇന്നലത്തെ വ്ളോഗ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അൺഎക്സ്പെക്റ്റഡായിട്ട് ഊട്ടി നമ്മൾ തീരുമാനിച്ച് അവിടെ നേരെ ഊട്ടി എത്തി. അതുപോലെ നമ്മൾ എലിഫൻറ്റിനെ സ്പോട്ട് ചെയ്ത് പിന്നെ തപ്പി പിടിച്ച് ഇവിടെ എത്തി. റൂം എങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെ ഇവിടെ എത്തുന്ന വരെയുള്ള വ്ളോഗായിരുന്നു ഇന്ന്. ഇന്ന് നമുക്കിനിയിപ്പോൾ ഇവിടെ ഊട്ടിയിൽ നമ്മളെല്ലാ വലിയ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കൊന്നും പോകണില്ല. കാരണം നന്നായിട്ട് ടൂറിസ്റ്റ് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര എൻഗേജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഫുഡ് സ്പോട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ആരും അധികം ക്രൗഡില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നുള്ള പ്ലാനാണ്. ഈ ഷെല്ലിൻ്റെ തളുപ്പത്ത് കരിഞ്ഞ് ഇതെന്താ സംഭവം എന്നറിയോ? ഇന്നലെ രാത്രി കൈ ചൂടാക്കാൻ വേണ്ടിയിട്ട് എൻജിൻ്റെ അവിടെ കൊണ്ട് വെച്ചതാണ്, ഗ്ലൗസ് കൊടുക്കണേ. അപ്പോൾ സൈലൻസറിന് തട്ടിക്കൊണ്ട് ഇവിടെ കരിഞ്ഞു. പക്ഷേ ഇത് ലെതറായതുകൊണ്ട് കരിഞ്ഞ് പിടിച്ചൊന്നുമില്ല. ഈ 2 പേരിൽ 3 പേരിലുണ്ട്. ഇവിടെ ചെറുതായിട്ട്, ഇവിടെ 2.
ഇന്നലത്തെ തണുപ്പ് അതായിരുന്നു സ്ഥിതി. പോവാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഊട്ടിയിൽ ഇങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു. നമുക്ക് എനിക്കിഷ്ടം അങ്ങനെ കേട്ടോ, കുറേ ക്രൗഡുള്ളടത്ത് പോയി ആകെ ഇടങ്ങാറായി. അതിനേക്കാളൊക്കെ ബെറ്റർ നമുക്കെപ്പോഴും പീസ്ഫുൾ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ക്രൗഡില്ലാത്ത ഏരിയ പോവുക, അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ഓവർ ക്രൗഡ് ഉള്ള എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ ഒരു നോർമൽ ടെമ്പറേച്ചറേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്ക് ഒക്കെ KL വണ്ടികളാട്ടോ. KL വണ്ടി തന്നെ ഉള്ളൂ. ഏതാ എത്തി നമ്മൾ ഒരു മിനിറ്റ് 100-200 മീറ്റർ. എവിടെയാണിത്? ഇനിയിപ്പോൾ അവിടെയും തിരക്കാവോ തമ്പുരാനെ? എത്തി ഗൈസ്, എത്തി. ഇതാണ് ഒതൻറ്റിക് ഹൈദരാബാദി ദം ബിരിയാണി. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണും. എന്തായാലും കൂടെ കയറാം. എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാം, എന്നിട്ട് ബാക്കി. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കൈ തട്ടിയിട്ട് കത്തി ഇതായിന്ന്. അത് ഇതാട്ടാ അടാ, കാണണ്ടെന്നറിയത് അവിടെ. ഇതിപ്പോൾ ചെന്നാൽ പിടിച്ചേ. എന്തായാലും നമുക്ക് നല്ല വിശക്കുണ്ട്, ബിരിയാണി തിന്നാൻ കയറി വെക്കാം. തിരക്കുണ്ടടി. സീറ്റുണ്ടോ? വെറൈറ്റി ഗ്രില്ലാണല്ലോ. അപ്പോൾ ബിരിയാണി ഒന്നുണ്ട്, ഇനി കഴിച്ചിട്ട് ബാക്കി പരിപാടി. അതാ വേണ്ട, എന്തായാലും കഴിച്ചോക്കട്ടെ എന്താ സ്ഥിതിയെന്ന്. അപ്പോൾ ഫസ്റ്റ് ബൈറ്റ് നിങ്ങൾക്ക് ഇട്ടാം. ഇതിന് മുന്നേ ഹൈദരാബാദിൽ ബിരിയാണി കഴിച്ചിക്കണോ? അപ്പോൾ എനിക്കറിയില്ലല്ലോ. ഇതൊരു ചിക്കൻ കറിക്ക് ചോട്ട പോലുണ്ട്. ഞാൻ അതിന് മുന്നേ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പീസൊക്കെ വേറെ ലെവലാട്ടോ. മട്ടനാണിത്, കഴിച്ചോട്ടെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഹൈദരാബാദി ഒതൻറ്റിക് ഹൈദരാബാദി ദം ബിരിയാണി അത്ര കഴിച്ചു. മട്ടൻ ബിരിയാണി കഴിച്ചു, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണി പോരാ, മട്ടൻ ബിരിയാണി അടിപൊളി. എത്രയാണ് ബില്ല്? 886 രൂപ.
എൻ്റെ അമ്മ. അപ്പം മട്ടൻ ബിരിയാണിക്ക് എത്ര? ഒരു മട്ടൻ ബിരിയാണിക്ക് 400, ഒരു ചിക്കൻ ബിരിയാണിക്ക് 350. ഓ ടൂ മച്ചാണത് മോനെ. പക്ഷേ ഇതിൽ എന്തുണ്ടായിരുന്നു? ഒരു കഷ്ണം ചിക്കനാണ് ഉണ്ടായിരുന്നത്. മട്ടനോ? എൻ്റെ അമ്മോ. ഞാൻ പേഴ്സണലി പറയാണ്, കയറരുത്. കാരണം അത്ര പ്രൈസ്, അത് ഓവർ പ്രൈസ്ഡ് ആണ് അല്ലേ? ആ കണ്ട, ഓവർ പ്രൈസ്ഡ് ആണ്. എന്തായാലും പെട്ട്. അത്ര ഓവർ പ്രൈസ് കൊടുത്തിട്ടൊന്നും ഒരിക്കലും ബിരിയാണി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എങ്ങോട്ടാ? മഴ. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചോടുന്ന് കൊണ്ടെടുത്ത് പോകുന്നത് ടൗണിൽ തന്നെയാണ്. ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. 500 രൂപ, 400 രൂപ മട്ടൻ ബിരിയാണി. ഓക്കെ, നമുക്ക് സമ്മതിച്ചെടുക്കും. ഒരു 400 റുപ്പീസ് മട്ടൻ ബിരിയാണിക്ക് ഉണ്ട് മാർക്കറ്റ്, ഓക്കെയാണ്. പക്ഷേ 350 രൂപ ചിക്കൻ ബിരിയാണി, അത് ഇത്തിരി ഓവർ പ്രൈസ് അല്ലേ? 2 ആൾ 2 ബിരിയാണി കഴിച്ച്, അതും ഹൈദരാബാദി ബിരിയാണിയിൽ അത്ര ഹൈപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ചെന്നിട്ടേ പെട്ടുപോയി. എൻ്റെ അമ്മോ, ആരും കയറേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ. പൈസ പോകണോണ്ടല്ല, ആ പൈസക്കുള്ളൊരു വർത്തായിട്ടുള്ളൊരു ഫുഡല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണല്ലോ, അത് വേറെ ഒന്നല്ല. അങ്ങനെ നമ്മൾ കോടനാട് വ്യൂ പോയിൻ്റ്, ദൊഡ്ഡാപേട്ട, അതൊക്കെ ഈ റൂട്ടാട്ടോ. ബിരിയാണി കഴിച്ചിട്ടേ വയറിന് ഒരു സുഖം കിട്ടണില്ല, എന്താവും. മഴക്കാറുണ്ട്, ചെറിയൊരു വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട്. എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. കോടനാട് വ്യൂ പോയിൻ്റ് പോണ ഈ റൂട്ടുണ്ടല്ലോ, വേറെ ലെവൽ. റൈറ്റ് സൈഡിൽ അതിലേറെ അടിപൊളി വ്യൂ. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആട്ടോ. എന്താ ഭംഗി കാണാൻ, ഭയങ്കര ഫ്രെയിം. കുറച്ചൊരു കാഴ്ച കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാം അല്ലേ.
അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ വ്യൂ ഇവിടുന്ന് വീട് പറയാം. എന്തായാലും കോത്തഗിരി റൂട്ട് പിടിക്കാം. കോടനാട് വ്യൂ പോയിൻ്റ് 33 കിലോമീറ്റർ. ഇനി 33 കിലോമീറ്റർ രണ്ടാണ് മോനെ. പക്ഷേ ഈ റൂട്ടിൻ്റെ മോനെ ഒരു വ്യൂ, നല്ല വീതിയുള്ള റോഡും നമ്മുടെ സായി പല്ലവിയുടെ നാടാണ് ഇത്ര കോത്തഗിരി. ഓ ഇവിടെ അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. ഇതാണ് അവിടെ നിർത്തിയേ. പോട്ടെ. എന്താ ഭംഗി. ഞാൻ കോത്തഗിരി എത്തിയിട്ട് ക്യാമറ ഓൺ ആക്കാമെന്ന് വിചാരിച്ചു. സോറി, നമ്മൾ കോത്തഗിരി കഴിഞ്ഞു. ഇനി കോടനാട് വ്യൂ പോയിൻ്റ് എത്തുമ്പോൾ ക്യാമറ ഓൺ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് രസമാണെന്ന് പറയാം രണ്ട് സൈഡും. ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്ത് വെച്ചു. സംസു മാപ്പ് നോക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഡൈവേഷനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കോടനാട് വ്യൂ പോയിൻ്റ് 8 കിലോമീറ്റർ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ പറയുക? യലട എന്നെ ഇരിക്കും, തമ്പുരാനറിയാം. റൈറ്റ് സൈഡിൽ ക്യാബേജ് കൃഷി ചെയ്തിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. Person 40 rupees. 2-wheeler is 20 rupees. പൈസ ഉണ്ടോ? ജീപ്പ് நாளைக்கு நான் போய் பைக் வாங்கிக்கிறது மொத்தம் 100 ரூபா. ഇവിടെ ഇറങ്ങാല്ലേ? താഴത്തോട്ട് പോയോട്ടോ. സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മളിത് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ക്രൗഡ് കൂടി. അപ്പോൾ പക്ഷെ ഇവിടുന്ന് ഭയങ്കര ഫോഗുള്ള പോലെ ക്യാമറ കാണുന്നുണ്ട്. പക്ഷെ അത്ര ഇതൊന്നും ഇവിടുന്ന് കണ്ണോണ്ട് നോക്കുമ്പോൾ കുറച്ച് ഭയങ്കര തെളിച്ചായിട്ട് കാണുന്നുണ്ട്.
അത് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് താഴത്തോട് പോയേക്കാം. അങ്ങനെ നമ്മൾ കോടനാട് വ്യൂ പോയിൻറ്റിനോട് വിട പറയുകയാണ്. ഇവിടെ മരമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ദൊഡ്ഡാപ്പേട്ട എത്തി. ദൊഡ്ഡാപ്പേട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് നമ്മൾ റൂമിലേക്കുള്ള ലൊക്കേഷൻ ഇട്ട് സമയം 6:30 1.5 മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ റീച്ച് ആയിട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് അവിടെയൊക്കെ വായി നോക്കി നിന്നാണ്. 6 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് റൂമിക്ക്. പക്ഷേ 39 മിനിറ്റ് 6 കിലോമീറ്റർ ഓടാനേ 3/4 മണിക്കൂർ. നല്ല ബ്ലോക്ക് ഉണ്ട് ഈ നേരം ആയതുകൊണ്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബ്ലോക്കായിരുന്നു, ഒടുക്കത്തെ ബ്ലോക്ക്. കറങ്ങി തിരിഞ്ഞ് റൂമിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു. ഞാനേ ഇപ്പം ഇവിടുന്ന് കാണാൻ ഊട്ടി ടൗൺ കാണാനൊരു വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഊട്ടി ടൗണിൻ്റെ വ്യൂ കണ്ട. നമ്മളിവിടുന്ന് ഇങ്ങനെ രാവിലെ നോക്കിയപ്പം വേറൊരു ഫീലല്ലായിരുന്നോ? ഇപ്പോൾ ഇവിടുന്ന് വേറെ ലെവലായിട്ടൊക്കെ ഉണ്ട്. എന്ത് ഭംഗിയാണെന്നറിയാം, രക്ഷയില്ല. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളി, ഒരു രക്ഷയില്ല. അത് നോക്കാം, ഊട്ടീനെ മൊത്തമായിട്ട് കാണാൻ ഇവിടെ ഇരുന്നിട്ട് അല്ലേ? ഞങ്ങൾ പ്രതീക്ഷ ഇല്ലാണ്ട് വന്നെടുത്ത റൂമാണ് അത്. ഒരു താല്പര്യമില്ലേനു, പിന്നെ വേറെ ഇത് കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് നോക്കാമെന്ന് ഉദ്ദേശിച്ച് വന്നതാണ്. ബട്ട് കിട്ടിയതോ അടിപൊളി. നോക്കാം, ലുക്ക് അറ്റ് ദ വ്യൂ മാൻ. ഈ താഴെ കാണുന്ന ഇത് ഹോസ്റ്റലാട്ടോ, ഹോസ്റ്റൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ്. എന്തായാലും വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ പരിപാടി ഒരു അംശം. നാളെ മോർണിംഗിൽ നേരത്തെ എണീക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, അവലാഞ്ചി ലേക്ക്. ഒന്നെങ്കിൽ അവലാഞ്ചി ലേക്ക് പിടിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നേരെ റിട്ടേൺ നാട്ടിലേക്ക്. വയനാട് വഴിയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തീരുമാനിക്കാണ്ട്, വയനാട് വഴിയാണെന്നുണ്ടെങ്കിൽ അവലാഞ്ചി പിടിക്കില്ല. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വിടും. വയനാട് വഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് കോഴിക്കോട് മലപ്പുറം, അതാണ് പ്ലാന്. അപ്പോൾ പ്ലാൻ അങ്ങനെയാണ്. നാളത്തെ ഒന്നില്ലെങ്കിൽ അവലാഞ്ചി ലേക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ബാക്ക് ഹോമാണ്. അത് വയനാട് വഴിയായിരിക്കും. ഒരു അനദർ സൈനിങ് ഓഫ്. അപ്പോൾ നാളെ നമ്മൾ വയനാട് വഴി നാട്ടിലേക്ക് പിടിക്കണം. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗ് ഉണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.